നമസ്കാരം സുഹൃത്തുക്കൾ, നമ്മൾ നിൽക്കുന്നത് ചിറ്റാർ സ്കൂളിലാണ് കേട്ടോ. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നൊക്കെ വേണേൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒക്ടോബർ 2 അതായത് സേവന ദിനാചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നമ്മുടെ അതായത് രാഷ്ട്രീയമോ മതമോ എല്ലാം വിട്ട് കളഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ചിറ്റാറിലെ നാനാ പ്രദേശം, അതായത് 13 വാർഡിലുള്ള എല്ലാവരും ഉണ്ട്. പ്രസിഡന്റെന്നോ മെമ്പർമാരെന്നോ ഒന്നുമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇവിടെ എല്ലാവരും സേവന ദിനാചരണം, അത് കുഞ്ഞുകുട്ടികളാണ് ഇതിനകത്ത് മുൻകൈ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വരും തലമുറയ്ക്ക് നമ്മൾ കാണിക്കുന്ന ഒരു വലിയൊരു മുതൽക്കൂട്ടെന്ന് പറയാം. കാര്യം നമ്മൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ അവരും നാളെ പിന്തുടരണം. അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും സേവന ആചരണവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ഭയങ്കര ക്ലീനിങ്ങിലാണ്, ശക്തമായിട്ട് ക്ലീനിങ് നടക്കുകയാണ് അല്ലേ. എന്തേ SPC കേഡറ്റുകളൊക്കെ ഉണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ പരിപാടികൾ? എന്താണ് പറയൂ. രാവിലെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കാടെല്ലാം പറിക്കുന്നു. നമ്മുടെ പ്രസിഡന്റ് അവിടെ നിൽക്കുന്നത് ഇവിടുത്തെ ചിറ്റാർ ഗ്രാമപഞ്ചായത്തിൽ. അപ്പോൾ എന്തായാലും നോക്കി വരാം. നമ്മൾ ഇതാണ് ചിറ്റാർ സ്കൂളിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഇപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. സുധാരണ ശക്തമായിട്ട് വെയിൽ, അന്യ വെയിൽ അല്ലേ. അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട് പറയും. കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഇന്ന് ഗാന്ധി ജയന്തിയുടെ നല്ലൊരു ദിവസമായതുകൊണ്ട് സുധീഷ് നമ്പറില്ലേ, അപ്പോൾ നല്ലൊരു ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സേവനമാരം നമ്മൾ ഈ സ്കൂളിൽ സംഘടിപ്പിച്ചു. അതെല്ലാവരും കൂടി പൂർവ്വ വിദ്യാർത്ഥി ഉൾപ്പെടെ എല്ലാവരും കൂടെ, ഞാൻ ഉൾപ്പെടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇവിടുത്തെ, എല്ലാവരും കൂടെ കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നടക്കുന്നു. നമ്മളൊരു മെഷീനും ഒക്കെ എടുത്തുകൊണ്ട് വന്നു, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി JCB വിളിച്ച് കുറേ മണ്ണും കല്ലും ഒക്കെ അങ്ങോട്ടും പോച്ചയെല്ലാം കൂടെ തള്ളാനുള്ള പരിപാടികൾ നമ്മൾ എല്ലാ സേവനമാണ് ഇവിടെ നടത്തുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താണ് മെമ്പറെ? അല്ല പ്രസിഡന്റ് എന്താണ് പ്രസിഡന്റ്? പറയൂ. പ്രസിഡന്റ് ഭയങ്കര തിരക്കിലാണ്. പ്രസിഡന്റ് ഒന്നും വിട്ടാൻ പോയ വേർതിരിച്ചിരിക്കുകയാണ് അല്ലേ. അല്ല ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എന്തായാലും പ്രസിഡന്റ് വെള്ളം കുടിക്കട്ടെ. വെള്ളം കുടിച്ചതിന് ശേഷം നമുക്ക് പ്രസിഡന്റിനോട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ എന്തായാലും എന്താണ് ഇവിടെ നമ്മുടെ അണ്ണാ എന്താണ് നമസ്കാരം അണ്ണാ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ റിപ്പോർട്ട് കേട്ടല്ലേ. അപ്പോൾ നമ്മുടെ അതായത് നെസ്റ്റ് ഫീലുള്ള ആൾക്കാരൊക്കെ വരാം. അതായത് നമ്മുടെ ഇവിടെ ഞങ്ങൾ പഠിച്ചിരുന്ന കാലം, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആണ്. അല്ല കാര്യമായിട്ട് എന്നാണ് എല്ലാവരും ഉണ്ടല്ലോ. ഞാൻ വരെ താമസിച്ചു, അതല്ലേ. അപ്പോൾ തന്നെ നിങ്ങളുടെ അതായത് നിങ്ങളുടെ വിലയേറിയ പണികളെല്ലാം അവസാനിച്ചല്ലേ? പണികളൊക്കെ അവസാനിച്ചില്ല, നടന്നുകൊണ്ടിരിക്കുന്നു. 9 മണി പണികളായിരുന്നു. 12 മണി വരെ ഒന്ന് ബ്രേക്കിന് കയറിയേക്കുവാണ്. ഏകദേശം താഴെ മുതൽ ഇത്രയും ഭാഗങ്ങളൊക്കെ കളഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ താഴോട്ടൊക്കെ ഇറങ്ങട്ടെ, ഫുള്ളൊന്ന് കവർ ചെയ്ത് പോകാന്നുള്ള പ്ലാനിലാണ്. കുഞ്ഞുങ്ങൾ സ്ട്രോങ് ആയിട്ട് അതെ. പക്ഷേ പറയൂ എന്താണ് പറയൂ. ഇത് വളരെ നല്ല ഒരു ആശയമാണ്, ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ്. പ്രത്യേകിച്ച് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നാടിന് നൽകാവുന്ന ഏറ്റവും വലിയൊരു സന്ദേശം ആണ് മാതൃവിദ്യാലയത്തെ മാറോട് ചേർക്കാം എന്ന ഒരു ആശയത്തെ മുൻനിർത്തി നമ്മുടെ പരിസരം വൃത്തിയാക്കുക, നിസ്വാർത്ഥമായ സേവനം നാടിന് വേണ്ടി ചെയ്യാനുള്ള ഒരു സന്ദേശം, മെസ്സേജ് നമ്മുടെ വരും തലമുറകൾക്കും വിദ്യാർത്ഥികൾക്കും പകർന്നു കൊടുക്കാൻ ഈ പ്രവൃത്തി ഉചിതമായി എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്കും എല്ലാം ഒരു മുൻ PTA പ്രസിഡന്റ് എന്ന നിലയിൽ, എൻ്റെ മാതൃവിദ്യാലയം എന്ന നിലയിലും മറ്റേ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും ഞാൻ എല്ലാവിധ ആശംസ. പഴയൊരു നൊസ്റ്റ് ഫീൽ വരുന്നുണ്ടോ? ഏത് വർഷത്തെ ബാച്ചായിരുന്നു? ഞാൻ 80-81 അല്ലേ? 80-81 ബാച്ചിലെയാണ്. ഇപ്പം എത്ര വയസ്സുണ്ട്? ഇപ്പം എനിക്ക് 59 വയസ്സല്ലേ. ഏകദേശം എൻ്റെ പപ്പായി ഏകദേശം ഒക്കെ നിങ്ങൾ അടുത്തടുത്ത പ്രായങ്ങളാണ്. പപ്പായിക്ക് 65. അതെ. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ പല കാര്യങ്ങളും ഇവിടെ കണ്ടിട്ടുണ്ട്, പല വലിയ കഥകൾ. എൻ്റെ മക്കൾ 2 പേരും ഇവിടെയാണ് പഠിച്ചത്. പിന്നെ ഇവിടുത്തെ PTA-യുടെ പ്രസിഡന്റായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. SMC ചെയർമാനായിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കാലത്താണ് ഇവിടെ ചിറ്റാർ സ്കൂളിൻ്റെ 50ാം വാർഷികം വന്നത്. ഇപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷം 84 വർഷമല്ലേ? 2010-ലാണ് ഇവിടെ ഈ 50 വർഷം പൂർത്തിയായത്. ഹൈസ്കൂളായി പ്രവർത്തനം തുടങ്ങിയതിൻ്റെ 50 വർഷം പൂർത്തിയായത് 2010-ലാണ്. അപ്പോൾ അന്ന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷം ഇവിടെ ഗംഭീരമായ രീതിയിൽ നടത്താൻ കഴിഞ്ഞു. ചിറ്റാറിൽ നടന്നിട്ടുള്ള മറ്റ് സാംസ്കാരിക പരിപാടികളോടൊപ്പം കിടപിടിക്കുന്ന തരത്തിൽ പ്രൗഢോജ്വലമായിട്ട് നമുക്ക് ആ പരിപാടി നടത്താൻ കഴിഞ്ഞു. സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിലാണ് നാട്ടുകാരുടെയും രക്ഷകർത്താക്കളുടെ എല്ലാം സഹായത്തോടു കൂടിയാണ്
ഈ മുഴുവൻ ക്ലാസ് റൂമുകളിലും വൈദ്യുതീകരിക്കുകയും ഫാനും ലൈറ്റും ഒക്കെ സ്ഥാപിച്ചത് അന്ന് അങ്ങനെ ഒരു സ്കൂള് ചിറ്റാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമേ എല്ലാ ക്ലാസ് റൂം അന്ന് നമുക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഒട്ടനവധി അക്കാദമിക് കാര്യങ്ങളിൽ അധ്യാപകരുടെ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ അന്ന് ആ ജൂബിലി വർഷത്തിൽ ജനങ്ങളുടെയൊക്കെ പങ്കാളിത്തോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പം തുടർന്ന് വന്നവരും അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ താഴോട്ട് പോവാണ്. അപ്പോൾ എന്തായാലും അശോണ ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഹായ് 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 ഹായ്. അപ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ എല്ലാം ക്ലീൻ ചെയ്തിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ വരാൻ വെച്ചാൽ ലേറ്റായി. ലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കുന്നു. ഇപ്പോൾ കൂട്ടത്തിൽ അതെ ഇപ്പോൾ നമ്മുടെ ടീമുകളെല്ലാവരും കൊണ്ടുതന്നെ ഇവിടെ താഴോട്ട് നമുക്ക് ഇറങ്ങാം. താഴേക്ക് എല്ലാം കാര്യമായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റെഡി ഇതന്നെ ഒരു വീടാ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ഓരോ സെറ്റപ്പുകൾ റെഡിയാക്കാണ് അല്ലേ? അതെ ഇതന്നെടാ പരിപാടി. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് അതെ കമൻറ്റ് അടിക്കാറില്ലേ? ഓക്കെ നിങ്ങൾ ഏത് ബാച്ചാ? +1 +2? +1 അല്ലേ? ഞങ്ങൾ അടുത്ത വർഷങ്ങൾ പൊളിക്കും അല്ലേ, തകർക്കും അല്ലേ? ഓക്കെ അപ്പോൾ എന്തായാലും കുഞ്ഞുങ്ങളവിടെ നിന്ന് കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അയ്യോ എൻ്റെ കാലേ. ഓക്കെ നല്ല അടിപൊളിയായിട്ട് പരിപാടി നടക്കുമല്ലേ? അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ. ഹയർ സെക്കൻഡറിയുടെ പരിപാടികളൊക്കെ നടക്കുന്നു. സോ അന്യായ കാടായിരുന്നല്ലേ? വനമായിരുന്നു. എൻ്റെ പൊന്നു വിചാരിച്ചു പോലല്ലേ. അവിടെ പിങ്കി ചേച്ചി മെമ്പറൊക്കെ ഉണ്ടല്ലോ. അയ്യോ കയറി എന്തേ സൂര്യചേട്ടൻ എന്തേ എല്ലാവരും ഉണ്ടല്ലോ. ആഹാ എന്തോ കാടായിരുന്നണ്ണാ. ഷൂ എൻ്റെ പൊന്നു അല്ല പുറേ അല്ല അതിൻ്റെ അല്ല നമ്മൾ അതെ നമ്മൾ ശരിക്കും പറഞ്ഞാലേ ഇതിനകത്ത് എന്തെങ്കിലും കിടന്നു കഴിഞ്ഞാൽ അതെ കാണുന്നല്ലേ? മെമ്പറെ എന്നാ പറയൂ എന്താണ് ഈ ഒരു നിമിഷത്തിൽ എല്ലാവരും കൂടെ സ്ട്രോങ് ആയിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോഴെങ്കിലും തോന്നിയില്ല എല്ലാവരും കൂടെ നമുക്ക് നല്ലൊരു ഇനിഷ്യേറ്റീവ് അല്ലേ ഇത്? നമ്മളെ നേരത്തെ തന്നെ ആണെങ്കിൽ പിന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് തൊഴിലുറപ്പുകാർ കുട്ടികൾ പോകുന്ന കുറച്ച് പ്രദേശങ്ങൾ ചെയ്യുമായിരുന്നു. ഇത്രയും വിപുലമായ രീതിയിൽ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി നടത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം ഗ്രാമപഞ്ചായത്ത് ഒരു തീരുമാനമെടുത്തു. അതോടൊപ്പം തന്നെ സ്കൂളിന്റെ PTA അഭിനന്ദിക്കണം. നമ്മുടെ പുതിയൊരു PTA പ്രസിഡന്റ് വന്നു. പ്രസിഡന്റ് വന്നു ജോയ് സാറാണ് ഇപ്പം PTA പുതിയ പ്രസിഡന്റിന്റെയും കൂടെ ഒരു നല്ലൊരു പങ്കാളിത്തം ഇതിനകത്തുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ചിറ്റാർ പഞ്ചായത്തിന്റെ മൊത്തം എപ്പോഴും ഞങ്ങൾ പറയുമായിരുന്നു ചിറ്റാർ പഞ്ചായത്തിലെ 13 വാർഡിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ ആ എല്ലാവരെയും ഇതിനകത്തൊരു PTA അംഗങ്ങളാക്കിയും സ്കൂളിന്റെ എല്ലാ പ്രവർത്തനത്തിലും അവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതൊരു തുടക്കമാണ്. ഇനിയും സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചിറ്റാർ പഞ്ചായത്തിന്റെ എല്ലാ വാർഡിനും പങ്കാളിത്തത്തോടു കൂടി നല്ലതായിട്ട് നടത്താനാണ്. അപ്പോൾ എന്തായാലും മെമ്പർ പറഞ്ഞതിലൊരു വലിയൊരു കാര്യം പറഞ്ഞാൽ ഇതൊരു തുടക്കമാണ്. അപ്പോൾ എന്തായാലും ആ തുടക്കം ഞങ്ങൾ എന്തായാലും ആഘോഷിക്കുകയാണ് അല്ലേ അണ്ണ? എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. കുടുംബശ്രീയുടെ വലിയ ആൾക്കാരാണല്ലേ? അയ്യോ നല്ല ചൊറിച്ചിലല്ലേ എൻ്റെ അമ്മച്ചിയെ മുള്ളല്ലേ? 12 ഞാൻ അങ്ങോട്ട് ചെല്ലാം. മെമ്പർമാരെ എന്താണ് വല്ല പഴയ ഗേറ്റൊക്കെ ഉണ്ടല്ലോ വല്ലതും പറയാനുണ്ടോ? എന്തെങ്കിലും കണ്ടോ? പന്നിയോ വല്ല കണ്ടില്ല ക്ഷുദ്രജീവികളെ പറയാനൊക്കത്തില്ലത്. ഇതിനകത്തൊക്കെ എന്തൊക്കെ ഇരിക്കുമെന്ന് പോലും അതെ. എന്തായാലും മെമ്പർ ഇവിടെ കാര്യമായിട്ട് പണിയുന്നു. ഞാൻ വൈകിട്ടായിട്ട് പണിയുന്നുണ്ട്. അത് ഞാനോ? ഒരിക്കലും ഇല്ല. എന്താണ് മെമ്പർ പറയൂ. ഈ ഒരു ഇത്രയും എന്തോ കാണാമല്ലേ? ഭയങ്കര മുള്ളാണല്ലേ? ഓക്കെ അപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവിനെ പറ്റി എന്താണ് ഈ ഒരു നല്ല അഭിപ്രായം. ഭയങ്കര സന്തോഷം. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഒരു ഇനിഷ്യേറ്റീവ് തന്നെ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇതൊരു വെറൈറ്റി ഇതായിരുന്നു അല്ലേ ഇന്നത്തെ ഈ ഒരു സംഭവം? നമ്മളുടെ മാതൃവിദ്യാലയത്തെ മാറോട് ചേർക്കാം എന്നുള്ള ഒരു പദ്ധതിയാണ്. അത് തന്നെ എൻ്റെ മാതൃവിദ്യാലയം അല്ല, എൻ്റെ മാതൃവിദ്യാലയം അപ്പുറത്താണ്. അവിടെ പരിപാടി നടക്കുന്നുണ്ട്. എന്നാലും ജനപ്രതിനിധി എന്ന നിലയിൽ ഇതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾക്ക് ഒരുപാട് 10 ഏക്കറോളം സ്ഥലമുള്ള ഒരു വിദ്യാലയമാണ്. അപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവിൽ തന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്തിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. അത് മാത്രമല്ല നമുക്കൊരു പ്രചരണം കൂടെയാണ്. നമ്മളുടെ പൊതുവിടങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെ ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ മാത്രമല്ല നമ്മളുടെ പൊതുജനങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ജനപങ്കാളിത്തത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. നല്ല ഗംഭീരമായിട്ട് നടക്കുന്നു. ഒരുപാട് ആളുകൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇന്ന് നമ്മളുടെ ചിറ്റാർ പഞ്ചായത്തിൽ ഒരുപാട് ഇടങ്ങളിൽ
ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളുടെ വ്യാപാരി വ്യവസായ കൂട്ടായ്മ അവരുടെ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. അവരുടെ ആ കൂട്ടായ്മ ഉണ്ടായതിനു ശേഷം ഒരുപാട് നല്ല കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ മാർക്കറ്റ് വൃത്തിയാക്കാനായിട്ട് അവർ അതെ. പിന്നെ നമ്മളുടെ 12ാം വാർഡിലെ തൊഴിലുറപ്പിലെ ചേച്ചിമാര് അവരെ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. കാരണം അല്ല, ഇതേപോലെ എന്ത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും ഞാൻ എൻ്റെ വാർഡിലെ തന്നെയല്ല എല്ലാ ചേച്ചിമാരെയാണ്. കാരണം എന്ത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും ഉണ്ടല്ലോ ഈ തൊഴിലുറപ്പിലെ ചേച്ചിമാരാണ് ഇറങ്ങുന്നത്. ഇതിപ്പോ ഇവിടെ നോക്കുവാണെങ്കിലും ഭൂരിഭാഗം തൊഴിലുറപ്പിലെ ചേച്ചിമാരും കുടുംബശ്രീയിലെ പ്രവർത്തകരുമാണ്. അപ്പം ബാക്കിയുള്ള ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. എന്നാലും നമ്മളുടെ ഒരുപാട് വിദ്യാലയങ്ങൾ പഠിക്കുന്ന ഈ സ്കൂൾ എന്ന നിലയിൽ എല്ലാ മാതാപിതാക്കളും ഇറങ്ങുകയായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ വൻ വിജയമാക്കി തീർക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ ഇവരെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവരുടെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് അവർ ഇറങ്ങുന്നത്. അവരെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മളുടെ PHSCയും ഇന്ന് PHSCയുടെ വഴിയും അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാം നല്ലതായിട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് എനിക്കൊരു വിഷമമുണ്ട്, നമ്മുടെ ദീപ് മെമ്പർ മാത്രം കൂട്ടത്തിൽ ഇല്ല. ഇച്ചിരൂടെ എനിക്ക് ഭയങ്കര പുള്ളിക്കാരനെ ചെറിയൊരു വിഷമിച്ചിരിക്കുകയായിരിക്കും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടത് ഇന്ന് അദ്ദേഹമാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ബെസ്റ്റ് സുഹൃത്താണ്. അതിലുപരി എൻ്റെ നാട്ടിലൊരു വലിയ മെമ്പറാണ്. വലിയ പറഞ്ഞാൽ എൻ്റെ കൂടെ എല്ലാവരും കട്ടയ്ക്ക് നിൽക്കുന്ന പിങ്കി ചേച്ചിയെ പോലെ ഇവിടുത്തെ മെമ്പർമാരെ പോലെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് പുള്ളിയുടെ അഭാവം, പുള്ളിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് വീട്ടിലിരിക്കുകയാണ്. അതായത് അപ്പോൾ എന്തായാലും അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ വർക്കിലേക്ക് തന്നെ പോകാം. അല്ല ചേച്ചിമാരൊക്കെ ഇവരൊക്കെ പറയൂ എന്താണ് പറയൂ. ഇത്രയും വിചാരിച്ചില്ലല്ലേ? ആ എൻ്റെ തത്ത ചേച്ചി ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ. എന്താ ഒരു ചേച്ചി ഓടുവാ? എന്താണ് സാറേ ഇത്രയും വിചാരിച്ചില്ല? നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ഇത്രയും ഒരു കാഠിന്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ കാഠിന്യം സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പ്രവാസിയാണ്. വന്നിട്ട് ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് തോന്നി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രയാസം. ഇത്രയും ആരെ നിന്നാ കാണാത്ത പോലെ കാടായിരുന്നു. ഇപ്പൊ തന്നെ ഇപ്പൊ JCB കൊണ്ടുവന്നിട്ട് റൗണ്ട് ഓടിക്കാനും പഞ്ചായത്ത് PTA എല്ലാം കൂടെ കൂടിയിട്ട് ഒരു നല്ല സംരംഭമായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പൂർവ്വ വിദ്യാർത്ഥികളാണല്ലോ മൊത്തം. ഇവിടെ പഠിക്കുന്ന എല്ലാം പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ്. ഈ സ്കൂളിനോട് സ്നേഹമുള്ള ആൾക്കാരെല്ലാം കൂടെ കൂടിയിട്ട് ഇത്രയൊക്കെ ചെയ്ത് കൂട്ടി വെച്ചു. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. പൊക്കോട്ടെ. അപ്പോൾ ചേച്ചി പോവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ലിറ്റിലിൻ്റെ പരിപാടി ഇറങ്ങുന്നുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ JCB കയറ്റി ഒരു റൗണ്ട് പിടിക്കാനുള്ള പരിപാടിയില്ല. ആയിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെമ്പർമാരും പ്രസിഡന്റും എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ PTA പ്രസിഡന്റ് ഉണ്ട് ഇവിടെ. PTA പ്രസിഡന്റ്, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നമ്മൾ പ്രതീക്ഷയിലും വളരെ മികച്ച രീതിയിൽ ഇവിടുത്തെ ശുചീകരണ പ്രക്രിയ നടന്നു പോകുന്നുണ്ട്. നല്ലൊരു പങ്കാളിത്തം നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയ ഒരു പങ്കാളിത്തം, ഒരു ജനകീയ പങ്കാളിത്തം ഇതിലുണ്ടായിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഈ സ്കൂള് ഇവിടുത്തെ നാട്ടുകാരൊരു വികാരമാണെന്നും നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനെ സംരക്ഷിക്കുന്നതിന് ഏതറ്റം വരെ പോകാനും ഇപ്പോഴത്തെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രതിജ്ഞാബദ്ധമാണ്. അതിന് നേതൃത്വം വഹിക്കുന്ന പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ പരമാവധി വേഗത്തിലും നന്നായും ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇന്ന് ഈ ശുചീകരണ പ്രക്രിയയിൽ പങ്കെടുത്ത ഓരോരുത്തരെയും, ഓരോ വ്യക്തികളെയും, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ, നമ്മുടെ ചിറ്റാറിൻ്റെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുള്ളതിനാൽ നമുക്ക് പേരെടുത്ത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ചിറ്റാറിൻ്റെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലുള്ള എല്ലാവരോടും, പൊതുജനങ്ങളോടും, ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, എല്ലാവരോടും, NSS, SPC തുടങ്ങിയ സ്കൂളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ, സ്കൂളിന് പുറത്തുള്ള ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, വ്യക്തിപരമായി അറിഞ്ഞു വന്നവർ, വിവിധ സാമുദായിക സംഘടനയിലെ അംഗങ്ങൾ, വിവിധ സന്നദ്ധ സംഘടനയിലെ അംഗങ്ങൾ, എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ എല്ലാ സഹകരണം ഈ സ്കൂളിൻ്റെ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി ഉണ്ടാകണം. അതിനുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത് കാണുന്ന എല്ലാവരും, ഈ കേരളത്തിന് പുറത്തുള്ളവരുണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ളവരുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവരുണ്ട്, എല്ലാവരും സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട സംഭാവനകളും കൈത്താങ്ങലുകളും നൽകണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, അത് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും പങ്കെടുക്കാൻ കഴിയാത്തവർക്കും 1000 നന്ദി സ്കൂളിൻ്റെ പേരിലും PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിലും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളു. അതോടൊപ്പം തന്നെ ഈ വലിയ ഉദ്യമത്തിന് നേതൃത്വം നൽകിയത് ചിറ്റാർ ഗ്രാമപഞ്ചായത്താണ്. ആ ഗ്രാമപഞ്ചായത്തിൻ്റെ സാരഥി ശ്രീ A. ബഷീർ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ ഭരണസമിതിയിലുള്ള അംഗങ്ങൾ,
പഞ്ചായത്തിലെ സെക്രട്ടറി, മറ്റ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങൾക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. എന്തായാലും PTA പ്രസിഡന്റിൻ്റെ പുതിയതായിട്ട് വന്ന PTA പ്രസിഡന്റ് ഇനിഷ്യേറ്റീവ് ഇതിന് പിന്നിൽ ആരാണ് ഇത് ഇങ്ങനൊരു ആശയം കൊണ്ടുവരാനുള്ളത്? ഇത് സത്യസന്ധമായി പറഞ്ഞാൽ ഈ ആശയം പഞ്ചായത്ത് പ്രസിഡന്റേതാണ്. അദ്ദേഹം നമ്മളോട് ഇത് ചോദിച്ചപ്പോൾ എനിക്കും ഈ ഒരു ആശയമുണ്ടെന്ന്. കാര്യം നമ്മൾ നോക്കിയാൽ മതി, താങ്കൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാം. നമ്മുടെ ഈ സ്കൂളിൻ്റെ പരിസരം കിടക്കുന്നത് കണ്ടാൽ ഞാൻ പല സമയത്തും വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കാണുകയാണ്. നമ്മൾ കാണുമ്പോൾ ഇതിനെന്താണ് ഒരു പരിഹാരം? ഇതിപ്പോൾ സ്കൂളിന് മാത്രമായിട്ട് ഇത് ചെയ്യാനൊക്കത്തില്ല. വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇത്രയും കാർഡുകളെടുത്ത്. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് ഒരു ജനകീയ കൂട്ടായ്മ. അപ്പം ബഷീർമാർ സംസാരിക്കുകയും ബഷീർ സാർ അപ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് പിന്നെ വേറൊരു ദിവസത്തേക്കാക്കാം. അപ്പം ഞാനാണ് നിർബന്ധം പിടിച്ചത്. ഒക്ടോബർ 2 അത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിവസമാണ്. ഏറ്റവും കൂടുതൽ ശുചിത്വത്തിന് വേണ്ടി സംസാരിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനം തന്നെ നമുക്കിത് ശുചീകരണത്തിൻ്റെ ദിവസമായി തിരഞ്ഞെടുക്കണമെന്ന് നിർബന്ധം പറയുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ പെട്ടെന്ന് തിരഞ്ഞെടുത്തത്. പക്ഷെങ്കിൽ ഇതിന് കുറച്ച് ദിവസം കൂടെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മികച്ച രീതിയിൽ ചെയ്യാമായിരുന്നു. പക്ഷെങ്കിൽ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ആ ഇമ്പോർട്ടൻസ് നമുക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആണ് ഇത് ഇത്തരത്തിൽ തിരഞ്ഞെടുത്തത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി കടപ്പാടുള്ളത് ശ്രീ ബഷീറിനോടാണ്. ഓക്കെ, എന്തായാലും വലിയൊരു കാര്യം എല്ലാവരും കൂടി ഇനിഷ്യേറ്റ് ചെയ്ത് പിന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചതിന് വളരെ ആ ഒരു പേര് ഉൾക്കൊള്ളിച്ചതിൽ എൻ്റെ മില്ലുകാരൻ്റെ വകയിലും ഒരു ലൈക്ക് തരികയാണ്. കാരണം ഒരുപാട് വിമർശിച്ചാണ്. ആ വിമർശനങ്ങൾക്ക് ഇന്ന് എന്തായാലും അതിലൊരു ചെറിയൊരു മാറ്റം വന്നു. ഇനി അങ്ങോട്ട് ഇനിയും മാറ്റങ്ങൾ വരണം. നമ്മുടെ സ്കൂള് ഞാനിപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് 16-17 വർഷത്തെ പരിചയസമ്പന്നതയുണ്ട്. അപ്പോൾ ഒരു സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടതെന്നൊരു വ്യക്തമായ ധാരണയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സ്കൂൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊരു ധാരണ എൻ്റെ മനസ്സിലുണ്ട്. ആ രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഞാൻ നടത്തും. എല്ലാവരുടെയും പിന്തുണ, പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ എനിക്കുണ്ടാവണം. ഇവിടുത്തെ അധ്യാപകരുടെ പിന്തുണ ഉണ്ടാവണം. എൻ്റെ കൂടെയുള്ള PT അംഗങ്ങളുടെയും പിന്തുണ ഉണ്ടാവണം. എന്നെ കേൾക്കുന്ന, എന്നെ അറിയാവുന്ന മുഴുവൻ ആൾക്കാരുടെയും പിന്തുണ എനിക്ക് ഉണ്ടാവണം. നമ്മുടെ സ്കൂളിനെ ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് മാറ്റാൻ, അതായത് നമ്മുടെ ജില്ലയിലെ 1ാമത്തെ സ്കൂളാക്കി മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിലേക്ക് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. അതിലേക്കുള്ള ഒരു ചെറിയ ചുവടുവെപ്പുകളാണ് ഇതൊക്കെ. ആദ്യമേ നമ്മുടെ പരിസരം ശുചീകരിച്ചിട്ട് വേണമല്ലോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. ഞാൻ നോക്കും പ്രസിഡന്റും ടീമുകളും എല്ലാം കൂടി പരിപാടി ഒപ്പിച്ചിട്ട് പ്രസിഡന്റിനെ കാണാനില്ല. ഇന്നത്തെ ദിവസം എന്നോടല്ല അഭിപ്രായം ചോദിക്കട്ടെ, ഈ ജോലി ചെയ്യുന്നവല്ലേ അവരുടെ മനസ്സിലാ സന്തോഷം നമുക്ക് സംസാരിക്കാം. നമ്മൾ ഒരുപാട് തവണ ഇതുപോലെ വീഡിയോ ഇട്ടതാണ് ഇങ്ങനെ ഈ സ്കൂളിന്റെ അവസ്ഥയെ പറ്റി. ശരിയല്ലേ? ഓർമ്മയുണ്ടോ? അപ്പോൾ അതിനെന്തായാലും നിങ്ങൾ പ്രസിഡന്റ് ആയതിനു ശേഷം അതുപോലെ പുതിയ PTA പ്രസിഡന്റ് വന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും എല്ലാവരും കൂടി നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നൊരു ആശയം, ആ ഒരു ആശയം നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. വളരെ സന്തോഷമുണ്ട്. അതിലെനിക്ക് മിസ് ചെയ്യുന്ന ഒരാളുണ്ട്, നമ്മുടെ ദീപു മെമ്പർ. പുള്ളിക്കാരൻ വയ്യാതിരിക്കുന്നത്. അതെ, ഒരു മിനിറ്റ്. നമ്മളെ നേരത്തെ അറിയപ്പെടുന്നതനുസരിച്ച് കുറേയേറെ ആളുകൾ വന്നിരുന്നു. പക്ഷെ നമ്മളിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. കാര്യം കൂടുതൽ സ്ഥലങ്ങൾ ഇഞ്ചമുള്ളിൽ കയറി കിടക്കുക. അതുകൊണ്ട് നമുക്ക് കുട്ടികളെ കൊണ്ടോ ഈ വന്ന വനിതാ പ്രവർത്തകരെ കൊണ്ടോ ഞങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ഇഞ്ച് കയറി കിടക്കുക. അപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരുപക്ഷെ ഈ പണി പൂർത്തീകരിക്കാൻ കഴിയത്തില്ലെന്ന് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക്. എങ്കിലും നമ്മുടെ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല. ഇത് പൂർണ്ണമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി ഒരു ദിവസം കൂടി തീർന്നില്ല എങ്കിലും വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളവരെ കൂട്ടിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇത്രയും ആളുകൾ വന്നല്ലോ നമ്മളെ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ നാട് പണ്ട് മുതലേ ഇങ്ങനെയാണല്ലോ, പൊതുവായിട്ടൊരു കാര്യം വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുമല്ലോ. അതൊരു വലിയ കാര്യമാണ്. നിലയിൽ ഞാൻ വന്ന എല്ലാവർക്കും പ്രത്യേകമായി സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കാം. ഓക്കെ, അപ്പോൾ പ്രസിഡന്റ് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നിർത്തുകയാണല്ലേ? എന്നെ കണ്ടില്ലായിരുന്നു? ഞാൻ കണ്ടില്ല. ഞാൻ കുറെ നേരമായിട്ട് നോക്കി. പ്രസംഗിച്ചാൽ പോരാ, അല്പം പ്രവൃത്തി വേണമല്ലോ. നമ്മളെല്ലാവരും പറഞ്ഞ് ഇരുമ്പ് കൊണ്ടുവരണം, ഇത് ജോലി ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുമ്മാ വന്നിട്ട് കഥയില്ലല്ലോ. നമ്മൾ വീഡിയോ ഇട്ടതിന്റെ നല്ല അത് മില്ലുകാരനോട് പ്രത്യേകം നന്ദിയുണ്ട്. കാര്യം ഈ പൊതുസമയത്ത് അറിയിക്കുന്നതിൽ വലിയൊരു ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുത്തല്ലോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ എല്ലാവരും എത്തിക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങൾ ആ ഒരു ജോലി ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേകമായി മില്ലുകാരുടെ നന്ദിയുണ്ട്. എന്നെ ആര് വിളിച്ചാലും ഞാൻ അവിടെ ചെല്ലും. ഓക്കെ, നമ്മുടെ ജോലി
നല്ല 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 നമ്പർ തകർത്ത് ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കുക. ഉറക്കം വരും. ഇന്നലെ രാത്രി മൊത്തം ആന നമ്മൾ ആന വലിയ വിഷയമായിട്ട് വന്നേക്കുക. ഞാനും അങ്ങനെ വിഷയമുണ്ട്. രാത്രി പിന്നെ ആരെയും ഒന്ന് ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതിയിട്ട് ഒരു വീഡിയോ ഇടാം. വെളുപ്പിനെ 6:55 രണ്ട് റോഡ് ക്രോസ് ചെയ്ത് പോയി. റോഡ് കോഴ്സ് പോയി ഇപ്പുറത്ത് കയറിയല്ലേ? രണ്ടെണ്ണം നമ്മൾ കയറി ഇന്നലെ രാത്രി പോയി. കണ്ടില്ല. അത് രാത്രി തിരിച്ചു പോയത് വെളുപ്പിനെ തിരിച്ചു 6:55 ആ സമയത്തൊക്കെ വളരെ തിരക്കുള്ള റോഡാണ് അത് വലിയൊരു അപകടം. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം അതിന് എന്തൊരു തീരുമാനമായിട്ട് എടുക്കണം അല്ലേ? ഇത് വരത്തുള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും മെമ്പർ തകർത്തിയായിട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ എന്തായാലും ഞാൻ മേലോട്ട് പോകട്ടെ. എങ്ങനെ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ട് ഇതിനകത്ത്. തകർത്തോ വൃത്തിയായിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങളല്ല നമ്മളിങ്ങനെ നടന്നു കയറുന്നത് സാറിന് കാറിൽ പോയി മേളിൽ ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരുപാട് നാൾ ശേഷം താഴെ കടയിലൊക്കെ ഒന്ന് ഇറങ്ങി വെള്ളമൊക്കെ വാങ്ങിച്ച് വീണ്ടും ഒരു പഴയൊരു നൊസ്റ്റ് ഫീല്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് വ്യക്തമായിട്ട് അവിടെ കേരള പോലീസിന് പഴയമായിട്ടാണ് അത് പറയാനുള്ളത്. നമ്മുടെ നാടിൻ്റെ ഒരു പോലീസ് ഓഫീസറുണ്ട്. കഴിഞ്ഞ തവണ മെഡൽ കിട്ടിയ ആളാണ് നമ്മുടെ ജിജു സാറ്. ഞങ്ങളുടെ ചങ്കാണ് അല്ലേ? എന്താണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് ഒക്ടോബർ 2 വളരെ നല്ലൊരു പരിപാടിയാണ്. ചിറ്റാറിലെ ക്ലബ്ബുകാരും അതുപോലെ യുവജനങ്ങളും എല്ലാം കൂടെ ചേർന്ന് സ്കൂളിൻ്റെ പരിസരം വൃത്തിയാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. അതിലേറെ ഒരു 100% നമ്മൾ വിജയിച്ചിരിക്കുകയാണ് ഈ ഒരു പരിപാടിയിൽ. ആദ്യമായിട്ട് ഇങ്ങനെ ഇനിഷ്യേറ്റീവ് അല്ലേ? അതെ, വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്ര ഒരു പരിപാടി സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. ഇത് ഒരു ഗംഭീര പരിപാടിയെ വിജയിപ്പിക്കാൻ PTA പ്രസിഡന്റ് അതുപോലെ തന്നെ PTA എക്സിക്യൂട്ടീവ് ഭാരവാഹികളെ അവർക്കെല്ലാം സാധിച്ചു. അവരോടുള്ള എല്ലാവിധമായ നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. ഓക്കെ, വളരെ സന്തോഷം. പോലീസിൽ എന്തെങ്കിലും പരിപാടികളെന്ന്? പോലീസിലെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങളുടെ റാന്നി DYSP ഓഫീസും റാന്നി പോലീസ് സ്റ്റേഷനും ഒക്കെ റാന്നി ഫ്രണ്ട്സ് എൻ്റെ വകയായിട്ട് അവിടുത്തെ സ്റ്റാഫും ഒക്കെ എത്തി അവിടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും നമ്മുടെ പോലീസ് സ്റ്റേഷനിലെല്ലാം വൃത്തിയാകുന്നു. ഇന്ന് ചിറ്റാർ പോലീസ് സ്റ്റേഷനിലും വൃത്തിയാക്കുന്നുണ്ടല്ലേ? ഇനി അങ്ങോട്ട് കൊടുത്ത് പോകണം. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിറ്റാറിലെ തന്നെ ഒരാളുടെ JCB ഇപ്പോൾ തന്നിരിക്കുകയാണ്. JCB വെച്ചിട്ട് ഇപ്പോൾ ഒന്ന് നേരത്തെ കാര്യം നിറച്ച് മുള്ളാണ്, ഇറങ്ങി നിൽക്കാനാണ്. അപ്പോൾ JCB വെച്ചൊന്ന് വലിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു സൗകര്യമാണ്. അപ്പോൾ JCB ഒക്കെ വന്നിരിക്കുകയാണ്. അന്നേരം വളരെ ആധികാരികമായിട്ട് എല്ലാവരും കൂടെ സ്ട്രോങ് ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ചിറ്റാറിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, അതായത് നമ്മുടെ സ്കൂളിൻ്റെ നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ട, അതായത് അവർക്ക് ഫ്രീ ആയിട്ട് അവർക്ക് പഠിക്കാനും അവർക്ക് എൻ്റെ അണ്ണാ ഭാഗ്യം രക്ഷപ്പെട്ടു. കാര്യങ്ങളാണ് പറഞ്ഞത്. കറക്റ്റ് എനിക്കാണ് വന്ന് കൊട്ടി. അയ്യോ അടിക്കല്ലേ പറയാനുണ്ടോ? എന്താ പറയൂ. പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 83 ബാച്ചിന് പിള്ളേർ വന്നപ്പോൾ JCB ഞങ്ങൾ വിളിച്ചു. ഈ കാർഡ് ഞങ്ങൾ പഠിക്കുന്ന അടുത്ത് ഒരൊറ്റ കാർഡ് വിടില്ലായിരുന്നു. അതിശയം കണ്ടപ്പോൾ ഒരു വനമാണെന്നോ സ്കൂളാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ JCB വിളിച്ചിട്ടുണ്ട്. പറഞ്ഞൊരു പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. വനമാണോ ഇന്നത്തെ അത്യാവശ്യം എനിക്കറിയത്തില്ല പിള്ളേർ കാർഡ് എടുക്കുമെന്ന് ഞങ്ങൾ വന്നിവിടെ വന്ന പരിസരം സ്കൂളിന് പരിസരം ഞങ്ങൾക്ക് തോന്നുന്നു സ്കൂളിന് മിറ്റം ഒന്ന് വൃത്തിയാക്കിക്കൊള്ളാന്നുള്ളത്. അതിന് വേണ്ടിയാണ് ഞാൻ JCB വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. എന്താണ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. 2024 ഞങ്ങൾക്കും ചിറ്റാർ ഗവൺമെൻറ് സ്കൂളിലെ സേവനവാരത്തോടനുബന്ധിച്ച് ഇവിടെ വൃത്തിയാക്കുന്നതിന് വേണ്ടി വരുവാനായിട്ട് കഴിഞ്ഞതിൽ 1983 ചിറ്റാർ സ്കൂളിൽ നിന്ന് പഠനം കഴിഞ്ഞ് ഇറങ്ങിപ്പോയവരാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്നവരാണ് ഞങ്ങൾ. ഇന്ന് ഞങ്ങൾ കുറേയേറെ കൂട്ടുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും മനോഹരമാക്കുകയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ച നിലവാരത്തിലൊന്നുമല്ല സ്കൂൾ കോമ്പൗണ്ട് ഇപ്പം കാണുന്നത്. കാരണം ഇപ്പോഴത്തെ ഉള്ള അധ്യാപകരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് സ്വന്തം പറമ്പ് പോലെ കണ്ട് തുടർന്ന് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലെ പറമ്പ് പോലെ തന്നെയാണ് അന്ന് അധ്യാപകരും കുട്ടികളും കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് ഒരു ശ്രദ്ധയുമില്ലാതെ ഈ കോളേജ് കോമ്പൗണ്ട്, സ്കൂൾ കോമ്പൗണ്ട് ഇത്ര മോശമായി ഇട്ടിരിക്കുന്നത് വളരെ പ്രയാസമുണ്ട്. അത് തുടർന്ന് ഏറ്റവും ഭംഗിയാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതെ, എൻ്റെ പൊന്നു, അവിടെ അല്ലേ സ്പോർട്സ് നടക്കുന്ന സ്ഥലമാണ്. അത് തന്നെ എങ്ങനെ കേട്ടില്ല വർഷങ്ങളായിട്ട് സ്പോർട്സും മറ്റു പിള്ളേരുടെ പരിപാടികളും കായിക ഇനങ്ങളും ഒക്കെ നടന്നൊരു പരിപാടിയാണ്. JCB വന്നതെന്ന് വൃത്തിയാക്കുകയാണ്. അത് തന്നെ അവിടെ മൊത്തം കാട് കയറി കിടക്കുകയാണ്. നോക്കിയേ. അപ്പോൾ എന്തായാലും അവിടെ ആധികാരികമായിട്ട് ഗ്രൗണ്ടൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി. അപ്പോൾ എന്തായാലും കുഞ്ഞുങ്ങളെ എന്തായി പരിപാടികളൊക്കെ? നിങ്ങൾ SPC അല്ലേ? പറയും എന്ത് വാട്ടർ പുഞ്ചിരി പറയും അല്ലേ? ആരൊന്നും മിണ്ടുന്നില്ല, എല്ലാവരും പോവാ. കണ്ട് ചേച്ചിമാരൊക്കെ കണ്ട് എല്ലാവരും പോവാണ്. അതെ, മേലിലോട്ടൊന്ന് കയറണമെന്നൊക്കെ എല്ലാവരും കയ്യറൊക്കെ ആയിട്ട് വന്ന് എല്ലാം തളർന്നു. കാര്യം ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയോളമായി സംഭവങ്ങൾ. അപ്പോൾ എല്ലാവരും ഇവിടെ മേളിലൊക്കെ
ഏനാണ് പറയൂ എങ്ങനെയാണ് പരിപാടികളൊക്കെ എങ്ങനെയുണ്ട് ഉഷാറല്ലേ ആ JCBയുടെ പരിപാടി നടക്കാമല്ലോ തകൃതിയായിട്ട് നടക്കല്ലേ ഞാൻ മേലിൽ കുറേ ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട് അവരെ കൂടെ ഒന്ന് കാണട്ടെ ഈ വീഡിയോക്കകത്ത് എന്നെ കാണണം അല്ലേ ഹൈ ഇവിടെ ഭയങ്കര കാര്യമായിട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നാ ഇതുകൊണ്ട് അറിയോ എങ്ങനെ അറിയോ ആഹാ വമ്പം പരിപാടികളാണല്ലേ അപ്പോൾ എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് ഇന്നിവിടെ സേവന ദിനാചരണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശക്തമായിട്ട് ഇത് പാമ്പനിയുള്ളവരല്ല എല്ലാവരും വെല്ലുകാട് വെട്ടിയതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും. അപ്പോൾ അങ്ങോട്ട് പറിക്കുന്നേ നടക്കട്ടെ എല്ലാവരും കാട് പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാം ഈ ഏരിയയിലൊക്കെ. എടിയേ ഇങ്ങനെ അല്ലായിരുന്നു 100 രൂപ നമ്മുടെ ബോണ്ടാച്ചാൻ്റെ കടയൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ അച്ചാനുണ്ട് ഇവിടെ ക്യാൻറ്റീൻ ആക്കി കൂടി ക്യാൻറ്റീൻ പറഞ്ഞ് കാണിച്ചേക്കുന്നത്. ഈ ആഞ്ഞിലി മരം അറിയാത്തവർ ഇല്ല. അപ്പോൾ ഇവിടുത്തെ കാട് നോക്കി അത് ഭയങ്കര കാടാണ് കേട്ടോ. അപ്പോൾ എടാ കൊച്ചേ കാട് പറിക്കുകയാണോ? ആഹാ നിങ്ങളിവിടെ മാറി നിന്ന് പറിക്കുകയാണ്. ഇവിടെ ഫുള്ള് കാട് കയറി കിടക്കും. എൻ്റെ ദൈവമേ കയ്യെ മുള്ള അല്ലേ കുഞ്ഞ് മുള്ളു കൊള്ളല്ലേടാ കുഞ്ഞെ അതിന് പറയുന്നുണ്ട്. ഈ ഒരു ആഞ്ഞിലി മരം അറിയാത്തവരില്ല. അവിടെയാണ് ഞങ്ങളൊക്കെ ബാത്റൂമിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ. കണ്ണെ മൊത്തം ഇവിടെ കാലം വോളിബോളും ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. നോക്കിയേ പഴയ സ്കൂളും പരിസരവും. ഇവിടെ നിന്ന് കളി കാണും. താഴെ ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കാം. ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടോ? നോക്കി സ്കൂളിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കി ഇടാൻ്റെ ഇനിഷ്യേറ്റീവായിട്ട് ഇവിടെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ നടക്കാം അല്ലേ. എന്തു പാടാൻ പോയി ഇവിടെ. അപ്പോൾ എന്തായാലും ആധികാരികമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. എന്താ പറ്റി അയ്യോ. അപ്പോൾ അവിടെ ആളുണ്ടോ? ഇവിടെ അച്ചായൻ നമ്മുടെ ഇവിടെ അച്ചായനുണ്ട്. അച്ചായൻ്റെ കടയിൽ ബോണ്ട അടിപൊളി ബോണ്ടയാണ് കേട്ടോ. അല്ലേ പോകാൻ പറ്റുമോ അങ്ങോട്ട്? ഭയന്ന് ഇറങ്ങി എൻ്റെ കൂടെ വാ നമുക്കൊരു വെള്ളമോ കുടിക്കാം. അവരൊക്കെ അവിടെ നിൽക്കട്ടെ വേണ്ടേ? അല്ലെങ്കിൽ എനിക്കൊരു വെള്ളം കുടിക്കാനായിട്ട് തോന്നി. ഇതൊക്കെ കണ്ടോ ദൈവമേ അല്ലേ മൊത്തം കാട് കയറി കിടക്കുക. അച്ചായോ വെള്ളം ഉണ്ടോ കഴിക്കാൻ? വെള്ളം കുടിക്കാൻ വെള്ളം ഉണ്ടോ? എതിരെയാണ് ഇറങ്ങുന്നത്? അതിൽ ഇറങ്ങണം അല്ലേ? ടോണിയുടെ വീടാണ് കേട്ടോ. ടോണിയുടെ വീടല്ലേ? അച്ചാൻ്റെ കടയിൽ നല്ല അടിപൊളി ബോണ്ട കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ചാൻ്റെ കടയിൽ നല്ല ബോണ്ട വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ബോണ്ട ഉണ്ടോ? ഇപ്പോൾ നിർത്തി ബോണ്ട കച്ചവടം ഇല്ല അല്ലേ? ഇന്ന് തണുത്ത് എന്തെങ്കിലും കുടിക്കാൻ തന്നെ. അച്ഛൻ നല്ല കാര്യമായിട്ട് ഇവിടെയൊക്കെ വന്നിരുന്ന് ഇനമുണ്ട്. ഇവിടെയൊക്കെ വന്നിരുന്ന് കഴിച്ചിട്ടില്ലാത്ത പിള്ളേരില്ലല്ലേ അച്ഛാ? ഓക്കെ. അപ്പോൾ എന്തായാലും കാര്യമായിട്ട് നമ്മളിപ്പോൾ ശക്തമായിട്ട് ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ അച്ചായൻ്റെ കടയിൽ കയറി ബോണ്ട ഇല്ല നല്ല അടിപൊളി കേക്ക് കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കടയിൽ വരാത്തവർ ഇല്ല. 50 വർഷം പഴക്കമുണ്ട് ആ കടയ്ക്ക്. അപ്പോൾ എന്തായാലും ഇതിലൊന്നും ചുറ്റിക്കറങ്ങി പോകാമെന്ന് കരുതി സ്കൂളിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഇത് വണ്ടി ഇറങ്ങിപ്പോലെ. എത്ര എല്ലാം വൃത്തികരമായിട്ട് കിടക്കാം പിള്ളേരുടെ കുഞ്ഞുങ്ങളെ. അയ്യോ കുഞ്ഞുങ്ങൾ മാറിങ്ങനെ ഡയറക്റ്റ് കിട്ടി. അപകട നില നിൽക്കുന്ന എല്ലാം മറിച്ച് മാറ്റി കുഞ്ഞുങ്ങളല്ലേ. സാറേ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? വളരെ ഭംഗിയായിട്ട് നടക്കും. രാവിലെ 9 മണിക്ക് കൃത്യമായിട്ട് തുടങ്ങിയതാണ്. സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ഒരാഴ്ച ലേറ്റ് ആയി എന്നാലും എല്ലാവരും കാണാൻ പറ്റിയത് സന്തോഷം. അപ്പുറത്ത് JCB കൊണ്ട് മുള്ളും അത് ഭയങ്കര മുള്ളല്ലേ? മുള്ളും കാടും സ്റ്റേഡിയത്തിന്റെ ചുറ്റും മുള്ള. ആ കാട് നമുക്ക് കാടായിട്ട് തോന്നുമെങ്കിലും കാട് മാത്രമല്ല ഇടയ്ക്ക് മുള്ള ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരും പറഞ്ഞപ്പോഴാണ്. എന്തായാലും നടക്കട്ടെ. ഓക്കെ. ഇവിടെ മരമുറിയും കാര്യങ്ങളൊക്കെയാണ്. മരത്തിനെന്ത് വെല്ലുകാറുണ്ട് അല്ലേ? പഠിച്ചേര് അയ്യോ കയ്യിൽ പോയി.
അപ്പോൾ അപകടങ്ങളിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മുറിച്ചിടുക. ശക്തമായിട്ടുള്ള മരമുറിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇത് ഫ്രണ്ട് സൈഡ്. ഇവിടെ ഞങ്ങൾ +1, അതായത് +1 പഠിച്ചപ്പോൾ ഇവിടെ ആയിരുന്നു കേട്ടോ. ഇത് ജലസംഭരണി ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയി. അപ്പോൾ എല്ലാം ഒന്ന് ഉഷാറാക്കി കാടൊക്കെ തെളിച്ചതിന് ശേഷമല്ലേ അവർക്ക് അറിയത്തുള്ളൂ കാര്യങ്ങളൊക്കെ. എന്തായാലും നല്ല ഉഷാറായിട്ട് ഇവിടെ ജനലൊക്കെ പിടിപ്പിച്ചല്ലോ കാര്യമായിട്ട്. അപ്പോൾ എന്തായാലും ശക്തമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓരോ കോണിക്കുന്നു. നിങ്ങളൊക്കെ കപ്പ കഴിച്ചു തുടങ്ങി. കപ്പയ്ക്കകത്ത് എന്തോ കൂട്ടാൻ, എന്തൊക്കെയാണ് കൂട്ടാൻ? ചമ്മന്തി കാണിച്ച്, ചമ്മന്തിയും ഉണക്കമീനുണ്ടോ? എനിക്ക് വയ്യ. നല്ല ഗംഭീരമായിട്ടാണല്ലേ പരിപാടികൾ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ നല്ല കാര്യമായിട്ട് കഴിക്കുന്നു. അതെ, കപ്പ എങ്ങനെയുണ്ട്? എല്ലാ SPC കേഡറ്റുകളും ഉണ്ടല്ലോ. നല്ല രുചിയാണോ? രുചിയാണല്ലേ? എങ്ങനെയുണ്ട്? ഹായ്, പൊളി. ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവരും ഉണ്ടല്ലോ. ഗംഭീരമാണല്ലോ. കപ്പയും എങ്ങനെയുണ്ട് പരിപാടികൾ? ഉഷാറല്ലേ? ഉഷാറല്ലേ? കിടോസ്കി എങ്ങനെയുണ്ട്? അതിന് അമ്മ തിരിഞ്ഞിരിക്കുന്നത്, അതിനോട് തിരിഞ്ഞിരിക്കുന്നത് ഏടാ. ആഹാ, പഴയ നെസ്റ്റ് ഫീൽ ഷെയറിങ്. ആ സാധനത്ത് അത് കൊടുത്ത് കിട്ടി കംപ്ലീറ്റ്. കുഞ്ഞുങ്ങളാ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. മൊത്തം ആൾക്കാരും ഉണ്ട്. എല്ലാവരും ആരെയും കിട്ടിയില്ലായിരുന്നു. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ് എങ്ങനെ കണ്ടില്ല അങ്ങനെ കഴിക്കല്ലേ? വേണ്ട, പണിയെല്ലാം കഴിഞ്ഞല്ലേ? കഴിക്കാൻ വരുത്താം അല്ലേ? ഞങ്ങൾ കഴിക്കാൻ പോവാണല്ലേ? അപ്പോൾ കപ്പ എങ്ങനെയുണ്ട്? കപ്പയും മീനും ഒക്കെ ആയിട്ട് പൊളിക്കുകയല്ലേ? അയ്യോ, ഹായ് സാറേ, എങ്ങനെയുണ്ട്? കിട്ടിയില്ലേ? കപ്പ കിട്ടിയില്ലേ? പ്രസിഡന്റ്, കപ്പയുടെ ആരാ സ്പോൺസറൊക്കെ ആരാ? എല്ലാവരും കൂടെ എനിക്ക് വരെ കപ്പ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ പുറവശം കൊണ്ടു എന്നോ കാണല്ലേ? ഹോസ്റ്റലിലെ അത് തന്നെ. കഴിഞ്ഞ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വന്ന് ക്ലീൻ ആക്കുകയൊക്കെ ചെയ്തായിരുന്നു. വേണ്ട, ഇവിടെ വെച്ച് ഇതാണ് നമ്മുടെ കിച്ചൺ അല്ലേ? അച്ഛോ, അങ്ങനെ കാര്യമായിട്ടാണല്ലോ. കയറുന്നതിന് കുഴപ്പമുണ്ടാകത്തോട്ട് ചേച്ചിയെ, കാര്യമായിട്ടാണല്ലോ അവർ. എന്നാ ഉണ്ട് ഇതിപ്പോൾ ഇവിടെ വന്നു? മീൻ വറുത്തോണ്ടിരിക്കുകയാണല്ലേ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വറുത്തോണ്ടിരിക്കുകയാണ് കാര്യമായിട്ട്. അത് കൊള്ളാം, നല്ല പരിപാടി. മീനിന് മൈക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ മൈക്ക് കിട്ടുക. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? സൂപ്പറായിട്ട് പോകുന്നല്ലേ? ഓക്കെ. എന്നാ ഇതിനുവേണ്ടി വന്നല്ലേ? ഓക്കെ ഫൈൻ. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി, വളരെ സന്തോഷം. ഞാൻ എന്തോ ചെയ്യാനാ ഇവിടെ. ഇവിടേക്ക് എങ്ങനെ കിടന്ന സ്ഥലമല്ലേ എൻ്റെ പൊന്നു? പറഞ്ഞു ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. കണ്ടോ അതിലെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കയറി പോകുന്നതല്ലായിരുന്നോ? കണ്ട കുഞ്ഞുങ്ങൾ കപ്പ വരുന്നുണ്ട്. വിശന്ന് അത് തന്നെ. ഇങ്ങനെ മേലെ JCB ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആധികാരികമായിട്ട് എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല സെറ്റപ്പ് കണ്ട കപ്പയെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ കണ്ടില്ല, എല്ലാവരും കപ്പ തിന്നാനുള്ള ഒരു തിരക്കിലാണ്, കപ്പയുടെ തിരക്കിലാണ്. ഹായ്, നോക്കി ഇവിടുത്തെ കാട് നോക്കി. അപ്പോൾ നമ്മളെ കൊണ്ട് മാക്സിമം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് നിന്ന്, എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഈ കാടുകളൊക്കെ വെട്ടിത്തെളിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ശ്രമം ഒന്നും പരാജയമാകരുത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നെങ്കിലേ ഇതൊക്കെ പറ്റും. നമ്മുടെ അണ്ണക്കുണ്ട്. അയ്യോ, ശക്തമായിട്ട് മെമ്പർ ഇവിടെ വട്ടയിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. എന്താ JP കൊണ്ടുപോയി? എന്നെ പറ്റി? എനിക്ക് ഡൽഹിയിലൊക്കെ പിടിച്ചിട്ടുണ്ടല്ലേ? കണക്ഷൻ ഉണ്ടല്ലേ? ഇല്ല, അല്ല എങ്ങനെയാണ് വർക്ക്? എങ്ങനെയാണ് പരിപാടി? എങ്ങനെയുണ്ടായിരുന്നു? പറയൂ. അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടെ ഒരു ഇനിഷ്യേറ്റീവ് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ? ഓക്കെ. അപ്പോൾ എന്തായാലും കപ്പ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കപ്പ എടുത്തില്ലേ? ഇവിടെയാണ് തിരക്ക്, ഇവിടെയാണ് എല്ലാം തിരിക്കുന്നത് വരുന്നത് അല്ലേ? ടീച്ചറെ, എന്തുവാ ഒരു സന്തോഷമില്ലാത്ത? എന്നെ പറ്റി? എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ? നല്ല കാര്യമായിട്ട് അങ്ങനെ തുടങ്ങിയുള്ളല്ലേ പോളിങ്? അത് 2 റൗണ്ട്, 1 റൗണ്ടോ 2 റൗണ്ടോ? ഫസ്റ്റ് അല്ലേ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എവിടെയായിരുന്നു പണി? കണ്ടില്ല.
സ്കൂളിൻ്റെ താഴെപ്പാട് അല്ലേ? ആ ചെറിയ 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 ആ ആരെയാ ഫോട്ടോ എടുക്കാനോ? ആ അതെ അതെ സെൽഫി എടുക്കാല്ലേ? അണ്ണാ എന്നാ ഉണ്ട്? എല്ലാവരും വരുന്നേ ഉള്ളൂ അല്ലേ കാപ്പി കുടിക്കാൻ വേണ്ടി? ഉണ്ട് 4 മണിക്കും കപ്പയുണ്ട്. ഓ എനിക്ക് വയ്യ, മഴയായിരുന്നു. മാക്സിമം നമ്മൾ എല്ലാവരും ചേർന്ന് നിന്നതേ 4 മണി കപ്പ ബിരിയാണി അല്ലേ? എല്ലാവരും അല്ലേ? സ്ട്രോങ് ആയിട്ട് എല്ലാവരും കൂടെ ഇല്ല ഉപേക്ഷിച്ചില്ല. നല്ല കാര്യം കേട്ടോ, ഇത്രയെങ്കിലും നമ്മൾ ചെയ്തെങ്കിലേ. അപ്പോൾ എന്തായാലും നമുക്കും കപ്പ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. വാങ്ങിച്ചോ? ആ മീൻകറിയുണ്ട്, മറ്റേ മോരിൻ്റെ ഇതും മീനുണ്ടല്ലേ, തൈരും മുളകും അല്ലേ? അപ്പോൾ എനിക്ക് ഇച്ചിരി കപ്പ തന്നെ. ആ മതി 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 മതി. ആ തൈര് ഒഴിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. എന്തായാലും കപ്പ കഴിച്ചതിന് ശേഷം അതെ ഒന്നും പറയണ്ട, നമുക്ക് ഇവിടെ ഉള്ളവരോട് ചോദിക്കാം എരി എങ്ങനെയുണ്ട്. മൊത്തം പുറത്ത് ചുമന്ന് മുഖം വെക്കുന്നത് പോരാ. അപ്പച്ചി എരി എങ്ങനെയുണ്ട്? എരിച്ചിട്ട് ഇവിടെ പറ്റുന്നില്ല. എക്സ്പ്രഷൻ അല്ലേ? പറഞ്ഞു തീർക്കായിരുന്നു ഈ എരി വരുന്ന പാവകളെ ഒടുക്കത്തെ എരിയോ. പിന്നെ ഇതിനകത്ത് എന്താ ഇട്ടത് ശരിക്കും പറഞ്ഞ? എരി ഇല്ലെന്നോ? എന്ത് പറഞ്ഞു ടീച്ചറെ? മീൻ തരുന്നത്? അയ്യോ ആ മീൻ എന്തായാലും തീരുമാനമായിട്ടുണ്ട് എല്ലാം ഏകദേശം. അത് തൈരല്ലോ, തൈര് ഒഴിച്ചില്ലല്ലോ. ആ എന്തായാലും വല്ലാത്തൊരവസ്ഥയാ. ആ എരി എങ്ങനെയുണ്ട്? ചുമന്ന് മുഖമെല്ലാം ചുമന്ന്. എരി എങ്ങനെയുണ്ടറിയാ? ഞാൻ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. എരി കുറവല്ലേ? എങ്ങനെയുണ്ട്? മുഖമൊക്കെ ചുമന്നില്ല. ഇപ്പൊ കഴിക്കാതിരിക്കാനും പറ്റത്തില്ല, തുപ്പാനും പറ്റത്തില്ല. ടേസ്റ്റി ഉണ്ട്. ഇത്ര നേരം നമ്മളെ അധ്വാനിച്ചത് കൊണ്ട് ജിതേശ്വരത്ത് പോയി കാണുന്നുണ്ട് എന്തായാലും. എന്തായാലും ഇന്ന് ഞാൻ പിള്ളേ പോയി കണ്ടെന്ന് ചോദിക്കും. എല്ലാവരും ഇവിടെ ഭയങ്കര കാര്യമാണ്. അച്ഛാ എരി എങ്ങനെയുണ്ട്? എരി എങ്ങനെയുണ്ട്? നല്ല വൈരാഗ്യം ഈ പണി വേണം. അത് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞിരുന്നല്ലേ, സംസാരിച്ചിരുന്നു ഫോണിൽ. അതെങ്ങനെ ഇവരോ? ഇതിന്റെ കാര്യം കട്ടപ്പോകയാ. എന്താണ് ചെടി? ഗാർഡൻ അല്ല ഇവർക്ക്. ഏത് സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ചക്ക, മാങ്ങ, അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളെല്ലാം ഇവരുടെ വീട്ടിൽ സുഭിക്ഷമായിട്ട് അവൈലബിൾ ആണ്. സോ എന്തായാലും ഞാൻ അപ്പൊ എന്തായാലും ഞാൻ ഉടനെ വിളിക്കാം. അല്ല ചേച്ചി പോയി കണ്ടു, എങ്ങനെയുണ്ട്? പിന്നെ എല്ലാം പിന്നെ പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ശംഖുപുഷ്പത്തിന്റെ പിന്നെ ജ്യൂസ് നമ്മളവിടെ വീട്ടിൽ ചെല്ലുന്ന ആളുകൾക്ക് അങ്ങനെ കൊടുക്കുന്നത്. ചെമ്പരത്തിയുടെ ജ്യൂസ്. അപ്പൊ എന്നാ പോകുന്നത് പറ, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ റെഡിയാ. എപ്പോഴാ പറഞ്ഞോ? എന്നും പോവാൻ ഞാൻ റെഡി. എപ്പോഴും? നാളെ പോയാലോ? നമുക്ക് അടുത്ത ദിവസം പോവാം. അടുത്ത ദിവസം ഞങ്ങൾ വരും. അടുത്ത ദിവസം ഞങ്ങൾ വരും മസ്റ്റായിട്ട്. അപ്പോൾ ഇനി ആ സസ്പെൻസ് പൊളിക്കുന്നില്ല, ഞങ്ങൾ എന്തായാലും വരിക, വന്ന് നേരി കാണാം. ഓക്കെ, പിങ്കി ചേച്ചി കാണും, സൂര്യചേട്ടനെ കാണും. സൂര്യചേട്ടനെ വിളിക്കാം. പലതരത്തിലുള്ള ഞങ്ങളൊരു അച്ചാറുകളോ വൻ പരിപാടിയാണല്ലോ. അപ്പോൾ നമുക്ക് അതൊക്കെ വൈറലാക്കിയേക്കാം. നമ്മുടെ നാട്ടിലെ ഒരു വലിയൊരു സംഭവമാണ്. എന്തായാലും ആ സസ്പെൻസ് പൊളിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പണികളും കാര്യങ്ങളൊക്കെ നടന്നു. അതായത് ഏകദേശം ഇനി 5 മണി വരെ വർക്കുണ്ട്. ഇപ്പോൾ ആഹാരം കഴിച്ചു. ഇനിയും അടുത്ത ഒരു കാരണവുമില്ലാതെ ആൾക്കാർ കൂട്ടക്കരത്തിൽ നടന്ന് കാണുന്നത് അങ്ങോട്ട് വിളിയും. അതല്ലേ, എല്ലാവരും പോയി, ഒരു കാരണവുമില്ല. അതല്ലേ എന്നാലും മെമ്പറെ ഇതൊരു ഭയങ്കര ചതിവായി കേട്ടോ. എല്ലാവർക്കും എരി കൊടുത്ത് ആരാണ് ഈ മുളക് കൊണ്ടത്? സത്യം പറ, അന്യ മുളകായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ് ഈ ഒരു
കപ്പ സംബന്ധിച്ച് കൂട്ടി കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഒരു ഗ്ലാസ് തൈരും കൂടെ തരുമായിരുന്നു ഏറ്റവും ഫസ്റ്റ് ആയിരുന്നു. ധൈര്യം അത് തന്നെ അത് എനിക്ക് കിട്ടിയ ഗ്ലാസ് കിട്ടിയല്ലേ? എന്നാ വാ, വാ, വന്ന് നമുക്ക് കാണാം. ഈ ചമ്മന്തിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കട്ടകാരമുള്ളൊന്നും ഒരു മുള്ളയല്ല. അല്ല